ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ട്രിവാൻഡ്രം പോയതാണ്. അവിടെ അനിയത്തി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ അത് ഞങ്ങൾ രണ്ട് ഫാമിലിയും ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ ആക്കിയെടുക്കുകയും ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. രാവിലെ 8:30-ക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 6:30 6:45 ആകുമ്പോൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്നു കേട്ടോ. സ്ലീപ്പറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. മോനുള്ളതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ട് അതാണല്ലോ. അവൻ ഉറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതാണ് കംഫർട്ട് എന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ അതാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ എല്ലാവരും സീറ്റിലൊക്കെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. പിന്നെ മോൻ്റെ കളിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ട്രെയിനിൽ അവൻ ആദ്യമായിട്ട് കയറുകയാണ്. അപ്പം ഞങ്ങൾക്കും ഒരിതുണ്ടായിരുന്നു, എന്തായിരിക്കും അവൻ, എങ്ങനെയായിരിക്കും അവൻ്റെ ഒരിത്. പക്ഷേ അവന് ഒന്നും പ്രത്യേകിച്ച് ഒരു വികൃതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഉറക്കം വന്നപ്പം കുറച്ച് ഉറങ്ങി. അങ്ങനെയൊക്കെ നല്ല ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ പേടിച്ച പോലെ ഒന്നും കരുതി ഒന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ അച്ഛനും മോനും കൂടി പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറും പിന്നെ രാവിലത്തെ ചായയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. പിന്നെ അത് ഞങ്ങൾ കഴിച്ചു. മോനും ട്രെയിൻ എടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഭക്ഷണം കൊടുത്തു. പൊളിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ വിശക്കല്ലോ എന്ന് കരുതിയിട്ട് മോനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവനിങ്ങനെ ഉറക്കം വന്നപ്പോൾ അമ്മ അവനെ എടുത്തിങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ പിന്നെ മോനോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ. പാലൊക്കെ കുടിച്ച് ഉറങ്ങിപ്പോയി. പിന്നെ അവൻ അവിടെ എത്തിയപ്പോഴാണ് ഉണർന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങളവിടെ റൂമൊക്കെ എടുത്ത് അതൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടി അവളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അനിയത്തിയുടെ അവളവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സൈഡിലാട്ടോ. ഈ അമ്മയും കുഞ്ഞും പ്രതിമേൻ്റെ അപ്പുറത്തായിട്ടാണ് അവളുടെ ഹോസ്റ്റലുള്ളത്. ആ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ചാട്ടോ അവളുടെ ഹോസ്റ്റൽ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവളെ കൂട്ടിയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അവളെയും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഏരിയ ആണ്, മെഡിക്കൽ കോളേജ് ആ ഒരു ഏരിയ ആണ്. അവളെ കൂട്ടി കുറേ ലഗേജും കാര്യങ്ങളും അവളുടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്നിക്കെങ്കിൽ ഓട്ടോ വിളിക്കണം, അല്ലെങ്കിൽ ബസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബസ് വിളിക്കണം. ബസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ബസ്സിലായിരിക്കും കേട്ടോ പോവുക. അപ്പോൾ ഏട്ടൻ അവളോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ്, ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് ഇടുക, ഇനി ഇടുമോ, അങ്ങനെയൊന്ന് ചോദിച്ച് നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഏരിയ ആണ്. കുറച്ച് തോനെ നടക്കാനുണ്ട് കേട്ടോ. അവളുടെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് തോനെ നടക്കാനുണ്ട് ഈ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ബസ് കയറി. ബസ് ഉണ്ടായിരുന്നു കേട്ടോ. നേരെ അവിടുന്ന് ഞങ്ങളെ എടുത്ത റൂമിൻ്റെ അടുത്തേക്ക് അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് കയറി. ബസ്സിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലുലു മാളിലേക്ക് വന്നു കേട്ടോ. ലുലു മാളിൽ വന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് മോനതാ ലുലു മാളിൽ കൂടെ ഓടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് അവനിങ്ങനെ ഓടി നടക്കാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. അച്ഛനും മോനും കൂടി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവന് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ഫണ്ടൂരയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ അവിടെയുള്ള ഒരു കാറിൽ കയറ്റിയിരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിൽ കുറേ ഇങ്ങനെ കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് റൂമിലേക്ക് പോന്നു കേട്ടോ.